നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 10 ദിവസം പിന്നിടുമ്പോഴും ഡീൽ ആരോപണം തന്നെയാണ് മുഖ്യ ചർച്ചയായി നിൽക്കുന്നത്. CPM BJP ഡീൽ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് ആണ് വിഷയം ചർച്ചയാക്കി നിലനിർത്തുന്നത്. പ്രധാന നേതാക്കൾ നിരന്തരം വിഷയം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഡീൽ ചർച്ച നിലനിർത്തുക എന്ന വ്യക്തമായ തന്ത്രമാണ് കോൺഗ്രസ് നടപ്പാക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഈ ആരോപണം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ഇക്കുറി അവർ മുമ്പ് പലപ്പോഴും തിരിച്ചടിയുണ്ടാക്കിയ ഇതേ ആയുധം തന്നെയാണ് എതിരാളികൾക്കു നേരെ ഉതിർക്കുന്നത്. എന്താവും ഇതിനു കാരണം? കേരളത്തിൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ ഇടതു വലതു മുന്നണികളുടെ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്നതിലെ ഒരു പ്രധാന ഘടകം BJP സംഘപരിവാർ വിരുദ്ധ വോട്ടുകളാണ്. അതിനെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ വോട്ടായി മാത്രം കണക്കാക്കാനാവില്ല. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിലെ കടുത്ത സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ കൂടി ചേർന്നതാണത്. ഒരു തരത്തിൽ കേരളത്തിൽ BJPക്ക് വിജയിക്കാൻ കഴിയാതെ പോകുന്നതും അതുകൊണ്ടാണ്. ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെക്കുന്ന BJPക്ക് ശക്തിയാവേണ്ടത് ഹിന്ദു വോട്ട് ബാങ്കുകളുടെ ഏകീകരണമാണ്. പക്ഷേ കേരളത്തിലെ ഏത് വോട്ട് കണക്ക് നോക്കിയാലും ഒന്നാമത്തെ ഹിന്ദു പാർട്ടിയായി കണക്കാക്കാവുന്നത് CPM-നെയാണ്. രണ്ടാമത്തെ ഹിന്ദു പാർട്ടിയായി കണക്കാക്കാവുന്നത് കോൺഗ്രസിനെയാണ്. അത് കഴിഞ്ഞേ BJP വരുന്നുള്ളൂ. BJPയെ എതിർക്കാൻ കേന്ദ്രത്തിൽ നല്ലത് കോൺഗ്രസ് ആണ് എന്ന പൊതുചിന്ത ഉണ്ടായപ്പോഴാണ് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് കണക്കുകളെ അപ്പാടെ അപ്രസക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് വമ്പൻ വിജയം കേരളം നൽകിയത്. എന്നാൽ സംസ്ഥാന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ BJPയെ നേരിടാൻ കോൺഗ്രസിനേക്കാൾ കരുത്ത് CPM-നാണെന്ന ഭൂരിപക്ഷ ചിന്താഗതി കൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വിജയ തുടർച്ച നൽകിയതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇക്കുറി CPM-ന് മേൽ BJP ബാന്ധവം കോൺഗ്രസ് ആരോപിക്കാനും ഇതേ നാണയത്തിൽ ചരിത്രം പറഞ്ഞ് CPM തിരിച്ചടിക്കാനുള്ള കാരണവും ഈ വോട്ട് കണക്കുകളാണ്. ഡീൽ ആരോപണമടക്കം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വിശകലനത്തിലേക്ക് ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. CPM BJP ഡീൽ എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ BJP കോൺഗ്രസ് ഡീൽ എന്ന് CPM തിരിച്ചടിക്കുന്നു. ഇവർ രണ്ടുപേരും ഈ ആരോപണം ഉന്നയിക്കുന്ന BJP-ക്കാർ പറയുന്നത് എവിടെയെങ്കിലും വിജയിക്കാൻ BJP സാധ്യതയുണ്ടെങ്കിൽ അവിടെ പരസ്പരം വോട്ട് മറിച്ച് ഞങ്ങളെ തോൽപ്പിക്കുന്ന നിങ്ങൾ തമ്മിലാണ് ഡീൽ എന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. കോൺഗ്രസിനും BJP-ക്കും ഒരേ അജണ്ടയാണെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. വർഗീയതയെ ചെറുക്കുന്ന LDF-നാണ് ജനങ്ങളിലെ വിശ്വാസമെന്നും പിണറായി ആവർത്തിക്കുന്നു. കോലി ബി സഖ്യമടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ ഡീൽ ആരോപണത്തെ ഇന്ന് നേരിട്ടത്. ഇതുപോലെ രാഷ്ട്രീയ നെറികളുടെ എല്ലാ കാര്യങ്ങളിലും കൈകോട്ട് പിടിക്കാൻ ശീലിച്ച BJPയും കോൺഗ്രസും രാഷ്ട്രീയത്തിലും അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ മുൻകൂട്ടി പറയുന്നത് LDF-ന് ഡീലുണ്ടെന്ന്. ആരുമായിട്ട്? BJPയുമായിട്ട്. ഇത്രയും കനത്ത തമാശകൾ പറയാൻ അവർക്കേ പറ്റും. എന്നാൽ തിരിച്ച് മോദിയും പിണറായിയും തമ്മിൽ രാഷ്ട്രീയ ധാരണയുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. കോൺഗ്രസിനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് CPM-ന്റെയും BJPയുടെയും ലക്ഷ്യമെന്നും കേരളത്തിൽ തന്നെ തുടർ ഭരണം ഉണ്ടായത് BJPയുടെ സഹായത്തോടു കൂടിയാണ് എന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം സാക്ഷാത്കരിക്കുക, അതിനു വേണ്ടിയിട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രാഷ്ട്രീയ സഖ്യത്തിലാണ്, അലിഖിത രാഷ്ട്രീയ സഖ്യത്തിലാണ് ഇവർ തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 2021 69 സീറ്റുകളിലാണ് NDAയുടെ വോട്ടുകൾ CPM-ന് നൽകിയത്. ഞങ്ങൾക്ക് അന്ന് UDF-ന് 40% വോട്ട് കിട്ടി. ആ സമയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDAക്ക് 14% വോട്ടായിരുന്നു. അത് 10 കുറഞ്ഞു. അതിന്റെ ഫലമായി LDF-ന് 44% വോട്ട്. അങ്ങനെയാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായത്. ഇപ്പോൾ അതേ സാഹചര്യം വരുത്തി തീർക്കാൻ, ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയമായ കുതന്ത്രങ്ങളാണ്
മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ജനസംഘമായാലും BJP ആയാലും നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ വോട്ട് കച്ചവടം എന്ന് പറയുന്നത്. ഇടക്കാലത്താണ് അങ്ങനെയുള്ള ആരോപണത്തിൽ നിന്ന് അവർ ഒരു പരിധിവരെയെങ്കിലും മുക്തരായത്. ഇപ്പോഴും BJPയുടെ തിരിച്ചടി ഇങ്ങനെയാണ്. എവിടെയെങ്കിലും BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഈ രണ്ട് മുന്നണികൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും കേരളത്തിൽ 2-3 സീറ്റിലാണ് അങ്ങനെ ഒരു സാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതുവരെയും. ആ സീറ്റുകളിലൊക്കെ സ്വാഭാവികമായും BJPയെ പരാജയപ്പെടുത്താൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് വോട്ടുകൾ ആരാണോ ജയിക്കാൻ സാധ്യതയുള്ളത് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതൊക്കെ പുറമേക്ക് കണക്കുകളൊന്നും പറയാനാവില്ലെങ്കിലും ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്താൽ മനസ്സിലാവുന്നതുമാണ്. പക്ഷേ എൻ രാധാകൃഷ്ണൻ പറയുന്നത് അങ്ങനെ ഡീൽ ആരോപണം ഒരു മുൻകൂർ ജാമ്യമാണ് എന്നാണ്. CPM കോൺഗ്രസ് സഖ്യം പുറത്തു വരാതിരിക്കാനുള്ള തന്ത്രമാണെന്നും ഈ BJP നേതാവ് പറയുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ പരസ്പരം അധികാരം കിട്ടാൻ വേണ്ടി മത്സരിക്കുന്ന UDF-ഉം LDF-ഉം തമ്മിൽ അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ സഖ്യമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് അവിടെയും ഉത്തരമില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അല്ല, സതീശനും സണ്ണി ജോസഫിനും ചെന്നിത്തലയ്ക്കൊക്കെ ഇത് നല്ല പരിചയമാണ്. കാരണം ചെന്നിത്തലയുടെ സ്വന്തം പഞ്ചായത്തിലാണ് ആദ്യം ഡീലുണ്ടാക്കിയത്. അവിടെ ഏറ്റവും വലിയ കക്ഷി BJP ആണ്. അവിടെ CPM കോൺഗ്രസ് സഖ്യമാണ്. അദ്ദേഹത്തിന് വീടിൻ്റെ തൊട്ടടുത്താണ് തിരുവൻമുണ്ടൂർ പഞ്ചായത്ത്. അവിടെ BJP ആണ് ഏറ്റവും വലിയ കക്ഷി. അവിടെ CPM കോൺഗ്രസ് ഡീലാണ്. വടക്കോട്ട് നീങ്ങിയാൽ മഞ്ചേശ്വരത്ത് കഴിഞ്ഞോണ്ട് പറയും 80 വോട്ടിനാണ് സുരേന്ദ്രൻ തോക്കണം, മറ്റേ 2700 ചില്ലാൻ വോട്ടിന്. അവിടെയൊക്കെ LDF-ന്റെ വോട്ടെത്രയാണ്? നേരെ LDF UDF സഖ്യമാണ്. അതിലെ സ്ഥിതി പിന്നെ നല്ല പരിചയമുണ്ട് ഇവർക്ക് ആ കാര്യം. ഞാൻ സതീശനോടും ചെന്നിത്തലോടൊക്കെ എനിക്ക് നല്ല ബഹുമാനമാണ്. കാരണം നല്ല പണിയറിയാവുന്ന ആളുകളാണ്. കാരണം 35% വോട്ടാണ് അവർക്ക് വട്ടിയൂർക്കാവിൽ കിട്ടിയത് കെ മുരളീധരൻ. കഴിഞ്ഞ പ്രാവശ്യം 25% വോട്ട്, 10% വോട്ട് അവർ നേരെ CPM-ന് കൊടുത്തു. എൻ രാധാകൃഷ്ണനെ പോലെയല്ല കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരൻ എൻ രാധാകൃഷ്ണൻ ആയിരിക്കും ചിലപ്പോൾ പാർട്ടിയിൽ കൂടുതൽ പരിചയമൊക്കെ ഉണ്ടാകുക. പക്ഷേ കുമ്മനത്തിന് എങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയിൽ വോട്ടിനെ മറയ്ക്കാൻ കഴിയുന്നത്, ഏത് വിഷയമാണ് എന്നൊക്കെ കൃത്യമായി തന്ത്രജ്ഞതയോടുകൂടി തന്നെ അത് ഉപയോഗിക്കാൻ കഴിയുന്ന നേതാവാണ്. അദ്ദേഹം വളരെ കൃത്യമായി മറ്റൊരു മറുപടിയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതാണ്. BJP ജയിക്കാതിരിക്കാൻ ചിലയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDF-ന് വോട്ട് ചെയ്യാനും ആഹ്വാനം ചെയ്ത കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി പിന്തുണയുടെ പേരിൽ UDF-നെ ശക്തമായി വിമർശിക്കുന്ന LDF ഇപ്പോൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിന്റെ പേരിൽ കടുത്ത വിമർശനമൊക്കെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി തന്നെ ഉന്നയിച്ച LDF ഇക്കാര്യത്തിൽ ഇത്തവണ കാര്യമായി പറയുന്നില്ല. അത് ചിലയിടങ്ങളിലെങ്കിലും LDF-ന് കൂടി ഇവരുടെ പിന്തുണയുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയുധമാക്കി വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഗുണം കിട്ടുക BJP-ക്കാണെന്ന് കൃത്യമായി കുമ്മനം രാജശേഖരൻ അറിയാം. അതുകൊണ്ട് കുമ്മനം കൃത്യമായി ഇലക്ഷൻ തിരിച്ചറിഞ്ഞുള്ള തന്ത്രപൂർവ്വം തന്നെയാണ് ആ മറുപടി പറയുന്നത്. മഞ്ജുഷ് ഗോപാലുമായിട്ടുള്ള അഭിമുഖത്തിലെ ആ വാക്കുകൾ കേൾക്കാം. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ LDF ശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്നുണ്ട്. പക്ഷെ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എതിർത്ത പോലെ ആ ഒരു ശക്തി ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഡീൽ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് പ്രധാന അജണ്ടയായിട്ട്. കാരണം കിട്ടുന്നെങ്കിൽ പോരട്ടെന്നാണ്. വേറെ കുറേ നിയോജകമണ്ഡലമെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇവർക്കൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ലല്ലോ വിമർശനം, പിന്തുണയുമല്ല. എതിർക്കുന്നതും അനുകൂലിക്കുന്നതൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ല, നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ അവർക്കൊരു പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനത്തിൻ്റെ കുന്തമുന ഒന്ന് ഒടിച്ചാൽ, മയപ്പെടുത്തിയാൽ, ഇനി വേറെ വല്ല സ്ഥലത്തും പിന്തുണ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഞങ്ങൾക്ക് ജയിക്കാൻ അവിടെ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നിങ്ങൾ എങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ തന്ത്രപരമായി വിഷയത്തെ ഉന്നയിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാനാവുക. അതിന് കഴിയുന്ന തരത്തിലേക്കുള്ള വാക്കുകൾ തന്നെയാണ് കുമ്മനം രാജശേഖരൻ്റെത്. BJP സൈഡിൽ നിന്ന് നോക്കിയാൽ കൃത്യമായും അദ്ദേഹം ഉന്നയിച്ച് ആ വിഷയം ആണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ചർച്ചയാക്കി നിർത്തുക എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ഡീൽ ആരോപണത്തെ BJP-ക്ക് അനുകൂലമാക്കി എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കുന്നത്. എന്തായാലും ഇനിയും നമുക്ക് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കായംകുളത്ത് നിന്നാണ് വരുന്നത്. കായംകുളത്ത് ഇന്നലെ ഒരു സ്ഥാനാർത്ഥി വിതുമ്പിയപ്പോൾ ഇന്ന് മറ്റു സ്ഥാനാർത്ഥി കരയുന്നു. ഈ രണ്ടിനും പിന്നിലെ കാരണങ്ങൾ, ഈ രണ്ടും വോട്ടിനെ എങ്ങനെ ബാധിക്കും, ഇതൊക്കെ ഇലക്ഷൻ ചാനലിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ഇനി കായംകുളത്തെ രണ്ട് വിതുമ്പലുകളാണ്. കായംകുളത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ച യു പ്രതിഭ LDF-ന് വേണ്ടി മൂന്നാം ഊഴത്തിനിറങ്ങുമ്പോൾ 2016-ൽ യു പ്രതിഭയോട് പരാജയപ്പെട്ട, കായംകുളത്തും അമ്പലപ്പുഴയിലുമായി 3 തവണ പരാജയപ്പെട്ട M ലിജു UDF സ്ഥാനാർത്ഥിയായും എത്തുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലായിരുന്നു M ലിജു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിതുമ്പിപ്പോയത്. താൻ 3 തവണ മത്സരിച്ചു, 3 തവണയും പരാജയപ്പെട്ടു, ഒരു തവണയെങ്കിലും തനിക്ക് ഒരു അവസരം നൽകണം എന്ന് കായംകുളത്ത് നിന്ന് പറയുമ്പോൾ കായംകുളത്തെ പരാജയത്തിന് മുൻപ്
ഇതേ UDF-ലെയും കോൺഗ്രസിലെയും ചിലർ തന്നെ ലിജുവിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ കൂടിയാവാം ആ വിതുമ്പലിലേക്ക് എത്തിച്ചത്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ യുവനിരയിലെ കരുത്തനായ ഒരു നേതാവ് ഒരിക്കൽ ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ തന്നെ മാറിപ്പോകുമായിരുന്നു. പക്ഷേ ആ വിജയമുണ്ടായില്ല. അത്തരമൊരു തോന്നലിൽ നിന്നാവാം ആ വിതുമ്പലുണ്ടായത്. ആദ്യം ആ വാക്കുകൾ കേൾക്കാം. കൃത്യമായി പറയാൻ സാധിക്കും. ഒരാളെയും സത്യസന്ധമായിട്ടല്ലാതെ അഴിമതി നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഇതല്ലേ എനിക്ക് ചെയ്യാൻ സാധിക്കൂ. തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ പരാജയപ്പെടുമ്പോൾ, എതിരാളികൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോഴൊക്കെ തന്നെ പരാജയപ്പെട്ട ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കീറി മുറിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ അതിൻ്റെ പേരിൽ ക്ഷോഭിച്ചിട്ടില്ല, ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒന്ന്, തീർച്ചയായിട്ടും ജനവും ജനാധിപത്യവും ശരിയാണ്. ഞാൻ കൂടുതൽ മെച്ചപ്പെടണമായിരിക്കും. 31-ാം വയസ്സിൽ ആദ്യമായി അമ്പലപ്പുഴയിൽ നിന്നും CG സുധാകരനെതിരെ മത്സരിക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്നേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി അപ്പുറത്തുണ്ട്, മികച്ചൊരു വ്യക്തി അപ്പുറത്തുണ്ട്, ഞാൻ കൂടുതൽ മെച്ചപ്പെടണമായിരിക്കും, ദൈവം അതായിരിക്കും എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം നൽകി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുമ്പോൾ ഞാൻ അങ്ങനെയാണ് കരുതിയത്, ഞാൻ കൂടുതൽ മെച്ചപ്പെടാനുണ്ട്. എന്തായാലും ലിജു പഴയ തന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കഥകൾ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ കൈവിട്ടു പോയി വിതുമ്പലിന്റെ അവസ്ഥയിലെത്തിയത്. പക്ഷേ കായംകുളത്ത് ഇങ്ങനെയൊക്കെ ആ കരച്ചിലൊക്കെ അല്ലെങ്കിൽ ആ വിതുമ്പലൊക്കെ ഇങ്ങനെ ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്ങനെയാണോ ആലത്തൂരിൽ PK ബിജുവിന് വിജയരാഘവൻ ഒരു പണി നൽകിയത്, അതുപോലെയാണ് കായംകുളത്ത് UDF-ന്റെ കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമൊക്കെയായ ഇർഷാദ് ലിജുവിനും ഒരു പണി നൽകിയത്. അദ്ദേഹം ഇന്നലെ പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പക്ക സ്ത്രീവിരുദ്ധം, പക്ക അശ്ലീലം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു രാഷ്ട്രീയ നേതാവും ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും പറയരുതാത്ത വാക്കുകളായിരുന്നു ഇർഷാദ്. ആ തരത്തിലേക്കാണ് രാഷ്ട്രീയമായി ഏത് വ്യക്തിയെയും എതിർക്കാം. ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് പ്ലസും മൈനസും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കാണും. അത്തരം കാര്യങ്ങൾ പറഞ്ഞല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളെ നേരിടേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ട, ജാഗ്രതയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു ഘട്ടവും കാലവുമാണ് നിൽക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഇപ്പോഴും ഇത്തരം നേതാക്കളൊക്കെ പൊതുമണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു തരത്തിൽ അത്ഭുതമാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടെ കൊണ്ടു നടന്നാൽ അത് ഏത് മുന്നണി ആയിക്കോട്ടെ, ഏത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ആ സ്ഥാനാർത്ഥികൾ തന്നെയാവും അവസാനം അതിന് വില നൽകേണ്ടി വരിക. ആ പരാമർശം ഇർഷാദിന്റെ, ലീഗ് നേതാവിന്റെ, കായംകുളത്തെ UDF-ന്റെ നേതാവിന്റെ പരാമർശം കേൾക്കാം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. എന്തായാലും സംഭവം കൈവിട്ടു പോയെന്ന് ഇർഷാദിന് മനസ്സിലായി. ആളുകളെ കണ്ടപ്പോൾ ആവേശത്തിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ളത്, അല്ലെങ്കിൽ ഉള്ളിലുള്ള സ്ത്രീവിരുദ്ധത അപ്പാടെ തുറന്നു പറയാമെന്നുള്ള വന്നാൽ അത് കേസാവും, സ്വന്തം മുന്നണി തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ അവസാനം ജയിലിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരുമെന്നുണ്ടപ്പോൾ ഇർഷാദ് അത് കണ്ടു കഴിഞ്ഞ് താൻ നിരുപാധികം അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായിട്ടും പറഞ്ഞു. എന്തായാലും ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായെന്നുള്ളതിനെ അംഗീകരിക്കുന്നു. മോശപ്പെട്ട വാക്കുകളാണ് പറഞ്ഞത് എങ്കിൽ പോലും. കഴിഞ്ഞ ദിവസം കായംകുളത്ത് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം നടന്ന കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചതായി ചില സോഷ്യൽ മീഡിയകളിലും ചില വിഷയങ്ങളിലുമൊക്കെ വന്ന ഒരു പരാമർശം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ള പ്രസംഗം, എൻ്റെ പ്രസംഗം പൂർണ്ണമായി കേട്ടിട്ടുള്ള ഒരാളിനും അത്തരത്തിലൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ കഴിയും. കാരണം ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, സ്ത്രീകളെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലം കഴിഞ്ഞ 45 വർഷക്കാലം, 4.5 പതിറ്റാണ്ട് കാലം ഞാൻ പൊതുജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സ്ത്രീത്വത്തെ അപമാനിക്കാനോ സ്ത്രീകളെ മോശപ്പെടുത്താനോ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പ്രവൃത്തികളോ പരിപാടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് എന്നെ അറിയാവുന്ന മുഴുവൻ ആൾക്കും അറിയാവുന്നു. അതുകൊണ്ട് ആ പരാമർശം ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് അവസാന വരിയിൽ പറയുമ്പോഴും അതിനു മുമ്പ് വീണ്ടും ന്യായീകരിച്ചു മെഴുകാനുള്ള ശ്രമമാണ്, വൃത്തികെട്ട ശ്രമമാണ്
അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇർഷാദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് കൂടി പറയേണ്ടി വരും. എന്തായാലും ഈ ഇർഷാദിൻ്റെ ഈ ഖേദം അംഗീകരിക്കാനാകില്ലെന്നും പ്രതിഭ ആ പരാമർശം തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും പ്രതിഭ ഒരു വാർത്താസമ്മേളനത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായും വ്യക്തിപരമായി ഒരാൾക്ക് നേരെ ഇത്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും കടന്നു വന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്കുമൊക്കെ അവർ വിതുമ്പുക സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിലെ സ്ത്രീകളോടുള്ള സമീപനം എന്നൊക്കെ അത് വളരെ വ്യക്തമാണ്. അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് അടക്കം അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും ഷോക്കിലാണ്. എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരാളിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇതാണ് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണ ഒരു സ്ത്രീകളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് സ്ത്രീകളെ രംഗത്ത് നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ പ്രഗത്ഭരായിട്ടുള്ള 3 മന്ത്രിമാരാണ് ഒരു മന്ത്രിസഭയിലുണ്ടായിരുന്നു. 3 മന്ത്രിമാർ വനിതകളായിരുന്നു. അതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ. പരമാവധി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ പരാമർശവും അതിനേക്കാൾ ഉപരിയായിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ മനോഭാവവും ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വലിയ വേദനയാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് ഓരോരുത്തരെയും ഈ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്, സ്ത്രീകളെയൊക്കെ. അവിടെ അവരെ അങ്ങേയറ്റം നീചമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ലാസ്റ്റ് പറയാണ്. എന്തായാലും ഇതിലെ അപകടം എതിർ സ്ഥാനാർത്ഥി എം ലിജു തിരിച്ചറിഞ്ഞിരിക്കുന്നു. എം ലിജു ആ വിഷയത്തിൽ പ്രതിഭയ്ക്കെതിരെയുള്ള ഇർഷാദിന്റെ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ജനാധിപത്യത്തിനും സാമാന്യ മര്യാദയ്ക്കും വിരുദ്ധമായി UDF നേതാക്കളോ പ്രവർത്തകരോ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ അതിനെ ഒരിക്കലും ന്യായീകരിക്കില്ലെന്നും ലിജു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കസേരകളിലേക്ക്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ, VD സതീശൻ മുഖ്യമന്ത്രിയാകുമോ, ഇനി അതല്ല കേന്ദ്രത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമോ, കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിനുള്ളിലെ ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം K സുധാകരനാണ് പറഞ്ഞത് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന്. പക്ഷേ ഇന്നലെ PJ കുര്യൻ രമേശ് ചെന്നിത്തല കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിലാണ്. വളരെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. ഇന്നലെ പറഞ്ഞത് അവിടെ തിരുവല്ല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രമേശ് ചെന്നിത്തല ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാം രമേശ് ചെന്നിത്തല എന്ന മട്ടിലൊരു പ്രതികരണം നടത്തി. പക്ഷേ ആ പ്രതികരണം ഒന്ന് കേൾക്കാം, അതിനുശേഷം അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ. കേരളത്തിന് എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രമേശിന്റെ വലത്ത് ഹരീഷ് ബാബു ഇരിക്കുന്നത് പോലെ. എന്തായാലും ഈ വിവാദം ഇത് കേരളത്തിലെ കോൺഗ്രസിൽ തന്നെ ഇത് തിരിച്ചടിക്കും എന്ന് കണ്ടതോടുകൂടി ഈ വിവാദ പരാമർശത്തിൽ പിന്നീട് ഇന്ന് ഞങ്ങളുടെ മഞ്ജുഷ് ഗോപാലുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം അതിനൊരു വിശദീകരണം കൂടി നൽകിയിട്ടുണ്ട്. ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല സ്റ്റേജിലുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ്. മുഖ്യമന്ത്രി ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി ചിലപ്പോൾ, അത് നിങ്ങൾ നോട്ട് നോക്കൂ, ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുമെന്നാണോ? അല്ല, ശരിയാണ്. PJ കുര്യൻ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത്തരമൊരു വിഷയം കോൺഗ്രസിനെതിരെ ചർച്ചയായി വരാൻ സാധ്യതയുള്ളതാണ് എന്നതൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളല്ല PJ കുര്യനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്. പക്ഷേ അദ്ദേഹം ഇന്ന് ആ അപകടം തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായി. എന്തായാലും അത് നല്ലത് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ തൽക്കാലം കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായി എന്നത് നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും താൻ മുഖ്യമന്ത്രിയാകുമെന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ ഒന്നും പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സാഹചര്യമേ ഇല്ലെന്നായിരുന്നു രമേശിന്റെ പ്രതികരണം. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. അല്ല വേറെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഇത് തന്നെയായിരുന്നു VD സതീശന്റെയും പ്രതികരണം. VD സതീശൻ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും UDF ജയിച്ചാലല്ലേ മുഖ്യമന്ത്രി ആവാനുള്ള അവരുടെ അവസരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ് ആ പക്വതയും അതിന്റെ പാകതയും ഒക്കെ അദ്ദേഹവും കാണിച്ചു. അതൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ ഒരു ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു. എന്തായാലും ഇനി നമുക്ക് അടുത്തത്
ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇടിവെട്ട് ബൈറ്റിലേക്ക് സ്വാഗതം. എന്ത് വൃത്തികേടും വിളിച്ചു പറയുന്ന ഗൂഢസംഘത്തെ പ്രോത്സാഹിപ്പിച്ച ആളാണ് പ്രതിപക്ഷ നേതാവെന്നും പ്രതിപക്ഷ നേതാവിന്റെ അനുയായികൾക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇരകളെ അധിക്ഷേപിച്ചു എന്നതും പ്രതിപക്ഷ നേതാവിന് കൂടി അനുമതിയോടുകൂടിയാണ് ഇതൊക്കെ നടന്നതെന്നുമൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തോടുകൂടിയുള്ള ഒരു അനുയായി ഉണ്ടായിരുന്നു. ആ അനുയായിയെ കയ്യോടെ പിടികൂടപ്പെട്ടപ്പോ ദുരനുഭവമുള്ള യുവതികൾ പരാതി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നപ്പോൾ ആ ഇരകളെ എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ആക്ഷേപിക്കാൻ തയ്യാറായത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ കൂടി ആശീർവാദത്തോടുകൂടിയല്ലേ നടത്തും. ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനല്ല ഇരട്ടത്താപ്പനാണെന്നായിരുന്നു. ചങ്കൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഇരട്ടത്താപ്പൻ എന്ന് വിളിക്കുകയാണ്. ഇരട്ടത്താപ്പാണ്. അന്ന് ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കുന്നത്. ഇപ്പോ അതിനേക്കാൾ രൂക്ഷമായ വിഷയം വന്നപ്പോ അത് കുടുംബ പ്രശ്നമാണ്. ഞാൻ അവളോടൊപ്പം മറ്റേ കപ്പൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, ചായക്കപ്പം പിടിച്ചിട്ട് അവളോടൊപ്പം. ഇപ്പൊ മനസ്സിലായി വൃത്തികേടുകൾ കാണിക്കുന്ന അവന്മാരോടൊപ്പമാണ് മുഖ്യമന്ത്രി അല്ലേ? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. എന്തായാലും ഇത്തരം മറുപടികൾ ഇടിവെട്ട് ബൈറ്റുകൾ എന്ന രൂപത്തിലൊക്കെ തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി എന്തായാലും നേതാക്കളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥിരമായി നൽകുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നമ്മളുടെ മറ്റൊരു പങ്ക്തി നായകരുടെ നാളെ എന്നുള്ളതാണ്. ഏത് തെരഞ്ഞെടുപ്പും ചില നേതാക്കളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടികളെ നയിക്കുന്ന മുന്നണികളെ നയിക്കുന്ന നേതാക്കളെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. കഴിഞ്ഞ തവണ ഇപ്പോൾ UDF ജയിച്ചിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. ഇനിയിപ്പോൾ രമേശിന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. അത് രമേശിന്റെ ഭാവി നിശ്ചയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു അനിശ്ചിത നേതാവായി ഉയരാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അദ്ദേഹത്തിന്റെ മാത്രം മികവിൽ, അദ്ദേഹത്തിന്റെ നേതൃ മികവിൽ ഒരു വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റേതും പ്രതിപക്ഷ നേതാവ് VD സതീശന്റേതും ഭാവിയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട് എന്ന് പരിശോധിച്ചു. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് കേരളത്തിലെ മൂന്നാമത്തെ മുന്നണിയായി നിൽക്കുന്ന NDA ആണ്. NDA നയിക്കുന്നത് BJP ആണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായ വ്യവസായി കൂടിയായ രാഷ്ട്രീയക്കാരനായ രാജീവ് ചന്ദ്രശേഖറിന് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെ, രാഷ്ട്രീയ ജീവിതത്തിൽ ബാധിക്കുക? ഏതെല്ലാം സാധ്യതകളാണുള്ളത്? നേതാക്കളുടെ നാളെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും നിർണായകമാകുന്ന നേതാക്കളുടെ ഭാവി സാധ്യതകൾ വിശകലനം ചെയ്യുന്ന നായകരുടെ നാളെയിൽ ഈ ലക്കം രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് BJPയിൽ അംഗത്വമെടുത്തിട്ട് കേവലം 8 വർഷം മാത്രമേ ആകുന്നുള്ളൂ. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഏറ്റവും ജൂനിയറായ നേതാവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വഹിച്ച സ്ഥാനങ്ങൾ നോക്കിയാൽ ഏത് മുതിർന്ന നേതാവിനോടും കിടപിടിക്കും. ഒരേ സമയം വ്യവസായിയും രാഷ്ട്രീയക്കാരനുമാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 3 വർഷം കേന്ദ്ര സഹമന്ത്രിയായി. കുറച്ചുകാലം BJP ദേശീയ വക്താവായി. കേരളത്തിൽ BJPക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായി. തൊട്ടു പിന്നാലെ K സുരേന്ദ്രന്റെ പിൻഗാമിയായി BJP സംസ്ഥാന അധ്യക്ഷനുമായി. തിരുവനന്തപുരം തോൽവിക്ക് പിന്നാലെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല എന്ന് വന്നതോടെ സജീവ രാഷ്ട്രീയം നിർത്തുന്നതായി കാണിച്ച ഒരു ട്വീറ്റൊക്കെ ചെയ്തിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ അത് പിൻവലിക്കുകയും തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഇന്റേണിന് പറ്റിയ അബദ്ധമെന്ന വിശദീകരണമൊക്കെ നൽകുകയും ചെയ്തു. വിവാദങ്ങളുടെയും കേസുകളുടെയും വലിയൊരു പശ്ചാത്തലം എന്നും രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യവസായിക്കും രാഷ്ട്രീയക്കാരനും പിന്നാലെയുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുണ്ടാക്കിയിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2006 മുതൽ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. HD ദേവഗൌഡയുടെ ജനതാദൾ സെക്യുലറിന്റെ പിന്തുണയിലായിരുന്നു അന്ന് വ്യവസായിയായ രാജീവ് ആദ്യം രാജ്യസഭയിലെത്തുന്നത്. 2012 JDSന്റെയും സ്വതന്ത്രന്മാരുടെയും പിന്തുണയോടുകൂടി രാജ്യസഭാംഗമായി. കേന്ദ്രത്തിൽ NDA സർക്കാർ വന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം അടുപ്പത്തിലായി. പിന്നീട് പതിയെ അദ്ദേഹം BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും 2018 ഔദ്യോഗികമായി BJP അംഗമാകുന്നതും BJPയുടെ നോമിനിയായി രാജ്യസഭാംഗമാകുന്നതും.
ഒരേപോലെ കോൺഗ്രസിൽ നിന്നും CPM നിന്നും ഡീൽ ആരോപണം നേരിടുന്ന കേരള BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ജയമായാലും തോൽവിയായാലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റും പഴിയും സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനാവും. ഇനി രാജീവ് ചന്ദ്രശേഖരന് മുന്നിലെ സാധ്യതകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. സാധ്യത 1, 3-ലേറെ സീറ്റുകളിൽ BJP ജയം. 3 അതിലേറെയോ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനായാൽ അത് രാജീവ് ചന്ദ്രശേഖരന് വലിയ നേട്ടമാകും. ഇതുവരെ ഒരു സംസ്ഥാന അധ്യക്ഷനും കഴിയാത്ത നേട്ടം സ്വന്തമാക്കുന്നതിലൂടെ വലിയ ക്രെഡിറ്റും രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കും. ഒപ്പം നേമത്ത് ജയിക്കുക കൂടി ചെയ്താൽ നിയമസഭയിലും പുറത്തും ദേശീയ നേതൃത്വത്തിന് മുന്നിലും രാജീവ് ചന്ദ്രശേഖരന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും. നേമത്ത് തോറ്റാലും മറ്റിടങ്ങളിൽ BJPയെ ജയിപ്പിക്കാനായാലും അത് എണ്ണം 3-ൽ കൂടുതലുണ്ടെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കരുത്തനായി തന്നെ രാജീവ് ചന്ദ്രശേഖരന് നിൽക്കാൻ കഴിയും. പക്ഷേ ഒരു ചെറിയ വിഷയമുണ്ട്. ഇങ്ങനെ ജയിച്ചു വരുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളാണെങ്കിൽ പതിയെ അവർ നിയമസഭാ ഇടപെടലുകളിലൂടെ BJPയുടെ പ്രധാന മുഖമായി അവർ മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രാജീവ് ചന്ദ്രശേഖരന് കാത്തിരിക്കേണ്ടിയും വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്വാഭാവികമായി മത്സരിക്കാനുള്ള അവസരമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കാനും തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി സാധ്യത 2, 1-2 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു എന്ന് കരുതുക. അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖരന് നിലനിർത്താം. നിലവിലെ അവസ്ഥയിൽ തന്നെ ഏകദേശം മുന്നോട്ട് പോവുകയും ചെയ്യാം. അതിനപ്പുറം തെരഞ്ഞെടുപ്പ് ഫലം രാജീവ് ചന്ദ്രശേഖരനെ ഒരു കരുത്തനാക്കുകയോ അല്ലെങ്കിൽ ദുർബലനാക്കുകയോ ഒന്നും ചെയ്യില്ല. ജയത്തിൽ നിയമം ഉൾപ്പെട്ടാൽ പക്ഷേ സ്ഥിതി അങ്ങനെ ആവണമെന്നില്ല. കുറെ കൂടി മെച്ചം സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാകും. നിയമസഭാംഗത്വം അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുക. രാജഗോപാൽ നിയമസഭാംഗമായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ കണ്ടതാണ്. പാർട്ടിയിൽ എൻ്റെ നിരാശയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കരുത്ത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിയിച്ച കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ്റെ അധ്യക്ഷ കാലാവധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് കിട്ടിയില്ല. തൃശ്ശൂരിലെ ജയം സുരേഷ് ഗോപിയുടെ ജയമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അന്ന് പാർട്ടിയൊക്കെ ഏകോപിപ്പിച്ചിരുന്ന സുരേന്ദ്രൻ്റെ ജയമായി അത് എവിടെയും പാർട്ടി വില കണ്ടില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ 2 സീറ്റ് കിട്ടിയാൽ ഏറെക്കുറെ സമാന അവസ്ഥയാവും രാജീവ് ചന്ദ്രശേഖരനും. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വലിയ വിജയമായോ പരാജയമായിട്ടോ ഒന്നും അതിനെ വിലയിരുത്താനുള്ള സാധ്യത തൽക്കാലം BJPയിലില്ല. ഇനിയാണ് സാധ്യത 3, 1 സീറ്റിൽ മാത്രം ജയിക്കുന്നു. 1 സീറ്റിൽ ജയിച്ചാൽ തൽക്കാലം പരിക്കില്ലാതെ വേണേ മുന്നോട്ട് പോകാം. അതിനപ്പുറം സംസ്ഥാന അധ്യക്ഷൻ്റെ ഏതെങ്കിലും ഒരു ക്രെഡിറ്റായി അത് മാറുകയില്ല. സ്വാഭാവികമായും ആര് അധ്യക്ഷ സ്ഥാനത്തിരുന്നാലും ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ഒരു ജയം എന്നതിനപ്പുറത്തേക്ക് അതിന് ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക മെറിറ്റ് സംസ്ഥാന അധ്യക്ഷന് ലഭിക്കില്ല. ഇനി ജയിക്കുന്നത് നിയമമാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിയമസഭയിലെ പ്രകടനം വെച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്താം. ഇനി മറ്റേതെങ്കിലും മണ്ഡലമാണ് ജയിക്കുന്നതെങ്കിൽ അതിനുള്ള അവസരവും രാജീവ് ചന്ദ്രശേഖരന് നഷ്ടമാവും. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടമോ കോട്ടമോ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ തന്നെയാവും വിലയിരുത്തലുണ്ടാവുക. ഇനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത, 4-മത്തെ സാധ്യത. BJPക്ക് സമ്പൂർണ്ണ പരാജയം. അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമാകുമെന്നത് ഉറപ്പ്. പരാജയത്തിന്റെ മുഴുവൻ പഴിയും കേൾക്കേണ്ടി വരിക രാജീവ് ചന്ദ്രശേഖരന് തന്നെയാവും. സംസ്ഥാന നേതാക്കളിൽ നിന്നും പരസ്യമായ വിമർശനമടക്കം കേൾക്കേണ്ടി വരും. BJP ചരിത്രത്തിലെ ഏറ്റവും പരാജയപ്പെട്ട അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ മാറുകയും ചെയ്യും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് പലതരത്തിലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയോടും അടക്കം പലതരത്തിലുള്ള എതിർപ്പും കേരളത്തിലെ പ്രധാനപ്പെട്ട BJP നേതാക്കൾക്കൊക്കെ ഉണ്ട്. പക്ഷേ BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കിയാൽ അതിനെ നേരിട്ട് എതിർക്കാനോ അതിനെ വിമർശിക്കാനോ ഒന്നും കഴിയില്ല. ഉള്ളിലുള്ള അമർഷവുമൊക്കെ ഉള്ളിൽ ഒതുക്കുക മാത്രമാണ് കഴിയുന്നത്. പക്ഷേ പരാജയമുണ്ടായാൽ അങ്ങനെ ആവില്ല. സ്വാഭാവികമായും ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് രാജീവ് ചന്ദ്രശേഖരനെതിരെ തിരിയുകയും ചെയ്യും. ഇങ്ങനെ 4 സാധ്യതകളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന അധ്യക്ഷന് മുന്നിലുള്ളത്. ഇതിൽ ഏതു സാധ്യതയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. നാളെയും ഇതേ സമയം തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളുമായി ദ ഇലക്ഷൻ ചാനൽ.